2015 കേട്ടൺ VXi ആണ്. 15 കേട്ടൺ VXi രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. അടുത്തൊരു സ്റ്റാർട്ടിങ് 2012 ഓൾട്ടോ 800 ആണ്. 46,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടിയാണ്. 2017 ഇയോൺ 1 ലിറ്റർ മാഗ്ന പ്ലസ് ആണ് കേട്ടോ. 1 ലിറ്റർ മാഗ്ന പ്ലസ് ആണ്. 38,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത സ്വിഫ്റ്റ് ആണ് 2020 മോഡൽ 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റെഡ് കളറാണ്. ഇതാകുമ്പോൾ നമുക്ക് നോർമലി മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. അടുത്തൊരു ബ്രിസ ഡീസലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ച് വരുന്നൊരു വണ്ടിയാണ്. 2017 ബ്രിസ ZI എന്ന് പറയുന്ന മോഡലാണ്. 59,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫ്രണ്ട്സ്, അനുപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന ഭാഗത്തുള്ള പോപ്പുലർ യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഒരു 2007 മോഡലിലോട്ട് മേളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് ഓൾട്ടോ കാറുകൾ പുതിയതും പഴയതുമായ മോഡലുകളുണ്ട്. അതേപോലെ സ്വിഫ്റ്റ് ഉണ്ട്. അത്തരത്തിലുള്ള വണ്ടികൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ വണ്ടികൾ എടുക്കാൻ തോനെയും ചെറിയ വണ്ടികളാണ് കേട്ടോ. കുറച്ച് വണ്ടികളേ ഉള്ളൂ, വില കൂടിയ വണ്ടികൾ. അപ്പം മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് കുറച്ച് വണ്ടികളേ ഉള്ളൂ. സാധാരണക്കാർക്കായിരിക്കും തോനെയും വണ്ടികൾ കിടക്കണം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകരെയും വീഡിയോ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. സുനോജ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് 2026 2026 നമുക്ക് തുടക്കം കുഴപ്പമില്ല. ഇനി എല്ലാ മാസവും നല്ല രീതിയിൽ പോകണം. അതൊക്കെ എങ്ങനെയാണ് ഇത്തവണ കിടക്കുന്ന വണ്ടി? ഇത്തവണ നമുക്ക് കുറച്ച് ചെറുതും വലുതായിട്ടുള്ള എല്ലാ വണ്ടികളും ഉണ്ട്. അതിനകത്തൊരു ബ്രിസ ഡീസൽ വന്നിട്ടുണ്ട്. പിന്നെ 2024 സ്വിഫ്റ്റ് ZXi ന്യൂ മോഡലുണ്ട്. പിന്നെ ചെറുതായിട്ടാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡൽ കാണിക്കുന്നത് ഈ 2007 LX ആണ്. സിംഗിൾ ഓണറാണ്. അത് പറയാം. ആ ഒരു വണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സ്ഥലം എവിടെയാണെന്ന് വെച്ചതായി? കൊല്ലം തട്ടാമല. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം. കൊല്ലം തട്ടാമല എന്ന് പറയും. അത് നമ്മൾ കൊട്ടിയത്തു നിന്ന് വരുമ്പോൾ മേവറത്തു നിന്ന് നമ്മൾ മെയിൻ റോഡും നമ്മൾ പള്ളിമുക്ക് സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ തട്ടാമല സ്കൂൾ കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാനറ ബാങ്ക് ഉണ്ട്. ആ കാനറ ബാങ്കിനോട് ചേർന്ന് തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഓക്കെ, ട്രൂ വാലിൻ്റെ ഔട്ട്ലെറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ചെറിയൊരു മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2007 ഓൾട്ടോ LX ആണ്. വണ്ടിയുടെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതായത് 70,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 70,000 കിലോമീറ്ററുള്ള ജെന്യുവിനാണ് ആ വണ്ടി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. 70,000 കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ ടയർ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാം നമുക്കൊരു 50% വരെ ടയറുണ്ട്. പിന്നെ ബോഡിക്കകത്ത് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ ചോയ്സാണ്. 2007 ഓൾട്ടോ LX സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. എത്ര ചോദ്യം? നമ്മൾ 75 ആണ് നമ്മളെ ചോദ്യം. 2007 ഓൾട്ടോ LX സിംഗിൾ ഓണർ. ഇതിനകത്ത് സീറ്റ് കവർ അത്യാവശ്യം അറിയാലോ. സെൻ ടൈപ്പ് മിറർ, ബമ്പർ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ. ഫ്രണ്ട് സിയറ്റിൻ്റെ പുതിയ ടയറാണ്. 2015 കേട്ടൺ VXi ആണ്. 15 കേട്ടൺ VXi രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. പിന്നെ വണ്ടി കിലോമീറ്റർ ഓടിയേക്കുന്നത് 60,000-നകത്ത് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ബോഡി ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിലും ഒരു സീറ്റ് കവർ, വണ്ടി എടുത്ത സമയത്ത് ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. 2015 വണ്ടിയായിട്ട് നമുക്ക് മാക്സിമം ഒരു 3.5-4 വർഷം വരെ നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2015 കേട്ടൺ VXi ആണ് കേട്ടോ. ബാക്ക് ടയർ ആവറേജ് താഴെയാണല്ലോ. ബാക്കിലത്തെ ടയർ ആവറേജ് താഴെയാണ്. മാർക്ക് കൊടുക്കും അത് നമ്മൾ ആ പ്രൈസിൻ്റെ ഒരു സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ, അത് നമ്മൾ ആ പ്രൈസ് ബാർഗനിങ് സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമർക്ക് ഫേവറായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് നമ്മൾ 235 ചോദിക്കുന്നത്. 2015 കേട്ടൺ VXi. എന്താണ് അത് നമ്മൾ ബോഡി കവറൊക്കെ ഇത് ഫെയ്ഡ് ആവുന്നതാണ്. അതിൽ നമ്മൾ അത്യാവശ്യം ക്ലിയർ ചെയ്തെടുക്കും. കുഴപ്പമില്ല, ക്ലിയർ ചെയ്യാൻ ഓക്കെ. തീർച്ചയായിട്ടും. ഓൾട്ടോ 800 LXi ആണ്. 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫ്രണ്ട് 2 ടയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിയറ്റിൻ്റെ പുതിയ ടയറാണ് ഫ്രണ്ട് 2 യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കാം. ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിൽ സീറ്റ് കവർ, പിന്നെ അതിനകത്ത് നോർമൽ സെറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. 2018 ഓൾട്ടോ 800 സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് എത്ര ചോദ്യം? ഇത് നമ്മൾ 265. ബാക്കിൽ സ്പോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 ഓൾട്ടോ 800 265. 6 മാസം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. ബാക്ക് ടയർ ബിലോ ആവറേജ് ബിലോ ടയറാണ്. ഫ്രണ്ട് പുതിയ ടയർ. ഫ്രണ്ട് സീറ്റിൻ്റെ 2 പുതിയ ടയർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മാറിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 50 രൂപയ്ക്കകത്ത് റേഞ്ച് ഉള്ള ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് നമ്മളൊരു കേട്ടൺ മോഡൽ കാണിക്കുന്നത് 2017 കേട്ടൺ VXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കളർ വൈറ്റ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി 4 വർഷം വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ടയറൊക്കെ ഒരു ബിലോ ആവറേജ് ടയറാണ്. പിന്നെ ബോഡിക്കകത്ത് വലുതായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇൻറ്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ സീറ്റ് കവർ, പിന്നെ ഫുൾ മാറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വണ്ടിക്കകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം കസ്റ്റമറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏകദേശം 4 വർഷം വരെ സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2017 കേട്ടൺ VXi ആണ്. ചോദ്യം എത്രയാണ്? ഇതിൻ്റെ ചോദ്യം നമ്മൾ 275 ചോദിക്കുന്നത്. 2017 കേട്ടൺ VXi, വൈറ്റ് കളർ, കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ബാക്ക് ടയർ മാറിയേ പറ്റുള്ളൂ. ബാക്ക് ടയർ മാറിയേ പറ്റുള്ളൂ. അത് നമ്മൾ വില ഭാഗത്തിൻ്റെ ഒരു ബാർഗനിങ് സമയത്ത് നമുക്ക് കസ്റ്റമർക്ക് ഫേവർ ആവുന്ന രീതിയിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 17 കേട്ടൺ VXi ആണ്. ആക്സിഡന്റ് കേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അറിയില്ല, 17 ബമ്പറിലൊക്കെ നേരത്തെ സ്ക്രാച്ച് കൊണ്ട് പെയിന്റിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല മേജറായിട്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു സ്റ്റാർട്ടിങ് 2012 ഓൾട്ടോ 800 ആണ്. 46,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടിയാണ്. വൈറ്റ് കളറാണ്. ഇതിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പുതിയ അപ്പോളോ ടയറാണ്. ബാക്ക് ബിലോ ആവറേജ്. ഇത് ഫ്രണ്ട് 2 ന്യൂ ടയറാണ് കിടക്കുന്നത്. നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സീറ്റ് കവർ, അതുപോലെ തന്നെ സ്റ്റീരിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. LX ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡാണ് വണ്ടിക്കകത്ത് ഓപ്ഷനായിട്ട് വരുന്നത്. 2012 46,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓൾട്ടോ 800 ആണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വന്ന വണ്ടിയാണ്. അതിൻ്റെ പ്രൈസ് ഓൾറെഡി ആയിട്ടില്ല. അത് നമ്മൾ വിളിക്കുന്ന കസ്റ്റമർക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു ഏകദേശം പറഞ്ഞാൽ നമ്മൾ വീഡിയോക്കകത്ത് പറയുന്നത് ശരിയല്ല. കറക്റ്റ് വില പറയാം. അല്ല, നിങ്ങൾ ഇത്രയും വർഷമായിട്ടൊക്കെ നിൽക്കുന്നില്ലേ? നമ്മൾ വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളും അനുസരിച്ച് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. നമ്മളല്ല, ഞാൻ അത് കറക്റ്റ് വില തീർച്ചയായിട്ടും പറഞ്ഞുതരാം. വേറെ അപാകതകളൊന്നുമില്ല? ഇല്ല. നല്ല വണ്ടി. ഫിനാൻസോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. 2012 വണ്ടിയായത്. 12 കിട്ടത്തില്ലേ? 12 നമുക്ക് ടെസ്റ്റ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് വരുന്ന ടൈമല്ലേ. മാക്സിമം പോയി കഴിഞ്ഞാൽ മാസം അനുസരിച്ച് ചിലപ്പോൾ 1 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് വരുന്നത്. അടുത്ത 2012 ഇയോൺ ആണ്. ഇറ പ്ലസ് ആണ്. നിലവിൽ ഈ ഒരു കണ്ടീഷനായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സ്ചേഞ്ച് MTV എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പം തേർഡ് ഓണർ 98,000 കിലോമീറ്ററാണ് നമ്മൾ ഓടിയേക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടിക്കകത്ത് ഓപ്ഷനായിട്ട് വരുന്നത്. 2012 ഇയോൺ ഇറ. പവർ സ്റ്റിയറിംഗ് ഇല്ല? ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഇല്ല. AC പവർ സ്റ്റിയറിംഗ്. ടയറൊക്കെ ഏകദേശം ഒരു 50% താഴെ ടയറുണ്ട്. പിന്നെ മേജറായിട്ട് അങ്ങനെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 2012. കളർ ഫെയ്ഡ് വന്നിട്ടുണ്ടല്ലേ? ചില സ്ഥലം അതെ. ഓറഞ്ച് ആയിപ്പോയി, റെഡ് ഓറഞ്ച് ആയിപ്പോയി. ആ രീതിയിൽ കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. അതെ. 2012 ഇയോൺ ഇറ. അത് നമ്മൾ നിലവിൽ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ സെല്ല് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രൈസ് 110. 2017 ഇയോൺ 1 ലിറ്റർ മാഗ്ന പ്ലസ് ആണ് കേട്ടോ. 1 ലിറ്റർ മാഗ്ന പ്ലസ് ആണ്. 38,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സീറ്റ് കവർ, പിന്നെ ഓൾറെഡി ഈ വണ്ടിക്കകത്ത് എയർ ബാഗ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയാണ് വണ്ടിക്കകത്ത് വരുന്നത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുണ്ട്. നമ്മൾ ചെറിയൊരു വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെറ്റർ ചോയ്സാണ്. 2017 ഇയോൺ മാഗ്ന പ്ലസ് 1 ലിറ്റർ ആണ്. 38,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. ടയറെല്ലാം ഏകദേശം ടയറെല്ലാം ഏകദേശം 50% മേലെ 4 ടയറും ഉണ്ട്. വൈറ്റ് ആണ് കളർ വരുന്നത്. നമുക്ക് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 40-50 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടങ്ങാൻ പറ്റുമെങ്കിൽ സുഖമായിട്ട് നമുക്ക് 4 അല്ലെങ്കിൽ 4 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 ഇയോൺ മാഗ്ന പ്ലസ്. ചോദ്യം പ്രൈസ് എന്തായാലും നമുക്ക് ഒരു 240 റേഞ്ചിനകത്ത് വരും. വണ്ടി വന്ന് എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് ആവുന്നത് ഏകദേശം റേഞ്ച് പറഞ്ഞ് 240 എന്തായാലും വരും. അടുത്ത സ്വിഫ്റ്റ് ആണ്. 2020 മോഡൽ, 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റെഡ് കളറാണ്. ഇതാകുമ്പോൾ നമുക്ക് നോർമലി മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. 2020 സ്വിഫ്റ്റ് VXi ആണ്. 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഓൾറെഡി നമുക്ക് ഫിനാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു 75 രൂപ 80 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻ്റ് ഉള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2020 സീറ്റ് ഓൾറെഡി ചെയ്തിട്ടില്ല. അത് നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 570 സെല്ലിങ് വരുന്നത്. 2020 സ്വിഫ്റ്റ് VXi 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയറൊക്കെ കൊള്ളാം. ഫസ്റ്റ് ടയറാണ് കിടക്കണേ. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ ബോഡിക്കകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസുള്ള വണ്ടിയാണ്. 2020 സ്വിഫ്റ്റ് VXi. അടുത്തൊരു കിഡ് മോഡലാണ്. 2016 RXT ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2016 കിഡ് RXT എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. വൈറ്റ് കളറാണ്.
നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റാണ്. സീറ്റ് വരും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്കും ഒരു ഏകദേശം നമുക്കൊരു 3-4 വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 കിഡ് RXT ഓപ്ഷൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. കളർ വരുന്നത് വൈറ്റ് ആണ്. ബാക്ക് ടയർ അത്ര പോരാ, ഫ്രണ്ട് കുഴപ്പമില്ല. ഇത് നോർമലി നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. നമുക്ക് ഫിനാൻസ് ഒരു 85 മാക്സിമം 80-85 വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2016 കിഡ് RXT ഓപ്ഷനാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ഇത് 2024 സ്വിഫ്റ്റ് ZXi ആണ്. സിംഗിൾ ഓണർ, 14,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമ്മൾ ന്യൂ മോഡൽ 3 സിലിണ്ടർ വണ്ടിയാണ് വരുന്നത്. ഇതിനകത്ത് സ്കേറ്റിങ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി 5 വർഷം ഫസ്റ്റ് വാറണ്ടി കിടപ്പുണ്ട്. അത് കൂടാതെ നമ്മൾ ട്രൂ വാല്യൂയിൽ നിന്ന് എടുക്കുന്നുണ്ട് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. 2024 സ്വിഫ്റ്റ് ZXi വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മൾ ഫിനാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു 85-90% വരെ സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 10,000 കിലോമീറ്റർ ഒക്കെ ആയപ്പോഴേ ഇട്ടിട്ട് നമുക്ക് ഇത് എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാണ്. 2024 സ്വിഫ്റ്റ് ZXi വണ്ടിയാണ്. എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും സ്കേറ്റിങ്സ് എല്ലാം കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ZXi പ്ലസ് ആണ് ടോപ്പ് വരുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ഇതിനകത്ത് അത്യാവശ്യം ഈ ഫിറ്റ്മെന്റ് അഡീഷണൽ ആയിട്ടുള്ള എല്ലാം കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2024 സിംഗിൾ ഓണർഷിപ്പ് 10,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. എന്താ ചോദ്യം? പ്രൈസ് നമ്മൾ 740 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? അത് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു 1 ലക്ഷത്തിന് അടുപ്പിച്ച് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത്രയും വേണമല്ലേ? ഒരു 50 രൂപ ഇറക്കാൻ പറ്റില്ല? നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. അവിടെ അടുത്തൊരു ബ്രിസ ഡീസലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ച് വരുന്ന ഒരു വണ്ടിയാണ്. 2017 ബ്രിസ ZI എന്ന് പറയുന്ന മോഡലാണ്. 59,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. സെക്കൻഡ് ടയറാണല്ലേ? അതെ. 2017 ബ്രിസ ZI ആണ്. 57,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് 6 മന്ത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഫിനാൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75-80 വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 665 2017 ബ്രിസ ZI ആണ്. കിലോമീറ്റർ വന്നിട്ട് 59,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 2017 ബ്രിസ ZI ബോഡിക്കകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. നോക്കിയോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. ഡീസൽ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ബെറ്റർ ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ നമ്മൾ അറിയാലോ, ആവറേജ് 20 മൈലേജ് ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ ഈ ഡിമാൻഡ് വരുന്നത് ഡീസൽ വണ്ടിക്ക് നേരത്തെ. 2017 ബ്രിസ ZI. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നല്ല നല്ല വണ്ടികളായിരുന്നു കാണിച്ചു തന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.